എല്ലാവർക്കും ദാസ് ട്യൂട്ടോറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ബിഹേവിയർ ഓഫ് ഫ്ലൂയിഡ് അണ്ടർ റെസ്റ്റ് ആൻഡ് മോഷൻ. ഫ്ലൂയിഡ് റെസ്റ്റിലായിട്ടിരിക്കുമ്പോഴും മോഷനിലാണെങ്കിലും അതിൻ്റെ ബിഹേവിയർ സ്റ്റഡി ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡും ഉണ്ട് ഗ്യാസസും ഉണ്ട് അല്ലേ. ഇപ്പോൾ ലിക്വിഡിൻ്റെ ബിഹേവിയർ ആണെങ്കിലും ഗ്യാസസിൻ്റെ ബിഹേവിയർ ആണെങ്കിലും റെസ്റ്റിലായിരിക്കുമ്പോഴും മോഷനിലായിരിക്കുമ്പോഴും അവരുടെ ബിഹേവിയർ പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സ്റ്റഡിയാണ് ഫ്ലൂയിഡ് മെക്കാനിക്സ്. അതിനെ നമുക്ക് 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം: ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ്, ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ലിക്വിഡ് റെസ്റ്റിലായിട്ടിരിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ബിഹേവിയർ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ്. ഫ്ലൂയിഡ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡ് മോഷനിലായിട്ടിരിക്കുമ്പോൾ ഉള്ള ബിഹേവിയറുമായിട്ട് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ്. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാലും മോഷനിലായിട്ടിരിക്കുമ്പോഴുള്ള ഫ്ലൂയിഡിൻ്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ്. കൈനമാറ്റിക്സും ഡൈനാമിക്സും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ കൈനമാറ്റിക്സിൽ നമ്മൾ പ്രഷർ ഫോഴ്സ് നെഗ്ലക്റ്റ് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നില്ല. ഡൈനാമിക്സിൽ നമ്മൾ പ്രഷർ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഫ്ലോയിങ് അല്ലേ. ഫ്ലോ ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസ് ആണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഐഡിയൽ ഫ്ലൂയിഡ് എന്താണ്? നോ വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ ആൻഡ് ഈസ് ഇൻകംപ്രസിബിൾ. വിസ്കോസിറ്റി ഇല്ല, സർഫസ് ടെൻഷൻ ഇല്ല, ഇൻകംപ്രസിബിൾ ആണ്. വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും ഒക്കെ ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസാണ്. അതെന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിസ്കോസിറ്റിയും സർഫസ് ടെൻഷനും കംപ്രസ് ചെയ്യാൻ പോലും പറ്റാത്ത ഫ്ലൂയിഡാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആക്ച്വലി പ്രാക്ടിക്കലി അങ്ങനെ ഒരു ഫ്ലൂയിഡ് ഇല്ല. റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ഫ്ലൂയിഡാണ്. അതിന് വിസ്കോസിറ്റി ഉണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്, കംപ്രസ് ചെയ്യാൻ പറ്റും, ഡെൻസിറ്റി ഉണ്ട്. അതാണ് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പം പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ്സ് നോക്കാം. ഫസ്റ്റ് വൺ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി എന്ന് പറയും. ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് മാസ് കണ്ടെയ്ൻഡ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള മാസ് അല്ലേ, മാസ് പെർ വോളിയം. റോ ആണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റോ ഈസ് ഈക്വൽ ടു m/v. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1 gram per centimeter cube അല്ലെങ്കിൽ 1000 kilogram per meter cube. 2 യൂണിറ്റ് ഉണ്ട്, ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലും ഉണ്ട്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലും ഉണ്ട്. അപ്പം നമ്മൾ ഈ വാല്യൂ ഓർത്തിരിക്കണം. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരും. ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1 ആൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1000. നെക്സ്റ്റ് വൺ വെയ്റ്റ് ഡെൻസിറ്റി. വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത് വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയാണ് അല്ലേ. ഗാമയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് W/V. W നമുക്ക് mg എന്ന് എഴുതാം. സോ m/v നമുക്ക് റോ മാസ് ഡെൻസിറ്റി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഗാമ ഇസ് ഈക്വൽ ടു റോ g. സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടർ, വെയ്റ്റ് ഡെൻസിറ്റി സ്പെസിഫിക് വെയ്റ്റ് എന്ന് പറയും. സ്പെസിഫിക് വെയ്റ്റ് ഓഫ് വാട്ടർ ഗാമ ഇസ് ഈക്വൽ ടു 9.81 kilonewton per meter cube അല്ലെങ്കിൽ 1000 kilogram per meter cube. Next one, specific gravity. Specific gravity is the ratio of density of the liquid to the density of the standard fluid. ഇതിന് വേറൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് എ ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ടു ദ ഡെൻസിറ്റി ഓഫ് സ്റ്റാൻഡേർഡ് ഫ്ലൂയിഡ് അതിൻ്റെ റേഷ്യോയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ലിക്വിഡ് ആണ് പറയുന്നതെങ്കിൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് 4 degrees Celsius. ലിക്വിഡിൻ്റെ കേസിൽ വാട്ടർ അറ്റ് 4 degrees Celsius ആണ് സ്റ്റാൻഡേർഡ് ലിക്വിഡ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ലിക്വിഡ് പ്യുവർ വാട്ടർ സ്റ്റാൻഡേർഡ് ആവുന്നത് 4 degrees Celsiusലാണ്. ഇപ്പോൾ ഗ്യാസസിൻ്റെ കേസിലാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് ടു ദ ഡെൻസിറ്റി ഓഫ് ഗ്യാസ് അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. STPയിലുള്ള ഗ്യാസിൻ്റെ ഡെൻസിറ്റിക്ക് ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ടു ഡെൻസിറ്റി ഓഫ് ഗ്യാസ് അറ്റ് STP. അതാണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിവിടെ വരുന്ന പ്രോബ്ലംസ് എന്താ വെച്ചാൽ കുറേ പ്രോബ്ലങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ഇതിൽ. ഇപ്പം നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലിക്വിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് നേരത്തെ നമ്മൾ ഓൾറെഡി ഡെൻസിറ്റി ഓഫ് വാട്ടറിൻ്റെ വാല്യൂസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് എന്താണെന്ന് ക്വസ്റ്റ്യൻ വരാം. നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമേ അവർ തരുള്ളൂ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ത് ചെയ്യണം, ആ വാല്യൂസൊക്കെ കാണാതെ പഠിക്കണം. നെക്സ്റ്റ് വൺ വിസ്കോസിറ്റിയാണ്. വിസ്കോസിറ്റി ഈസ് എ പ്രോപ്പർട്ടി ബൈ വിർച്യൂ ഓഫ് വിച്ച് എ ഫ്ലൂയിഡ് ഓഫ് എ റെസിസ്റ്റൻസ് ടു ഡിഫോർമേഷൻ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് എ ഷിയർ ഫോഴ്സ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് എ ഫ്ലൂയിഡ്. ഒരു ഫ്ലൂയിഡിന് ഫ്ലോയിൽ
ഫ്ലോ ചെയ്യാനുണ്ടാകുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ലിക്വിഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 2 ലെയേഴ്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മൂവ് ചെയ്യുമ്പം അവർക്കിടയിൽ ഒരു ഫ്രിക്ഷൻ പോലെ ഒരു ഫ്ലോ ചെയ്യാനുള്ളൊരു തടസ്സം, ഒരു റെസിസ്റ്റൻസ് ഉണ്ടാകുന്നുണ്ട്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിസ്കോസിറ്റിയുടെ റീസൺ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ കൊഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുമ്പം കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ ലിക്വിഡിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ അല്ലേ, അട്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഇൻ സെയിം ലിക്വിഡ്, അതിനാണ് നമ്മൾ കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ലിക്വിഡ്സ് തമ്മിൽ അട്രാക്ഷൻ വളരെ കൂടുതലാണെങ്കിൽ ഒരു സർഫസിൽ കൂടെ അതിന് ഫ്ലോ ചെയ്യാനുള്ളൊരു റെസിസ്റ്റൻസ് കൂടും. അപ്പം കൊഹസീവ് ഫോഴ്സ് ഗ്യാസസിനേക്കാളും കൂടുതൽ ലിക്വിഡിലാണ് കൂടുതൽ. പിന്നൊരു റീസൺ എന്ന് പറയുന്നത് ഇൻ്റർമോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ. അതായത് ഈ ഫ്ലൂയിഡ് മൂവ് ചെയ്യുമ്പം അവർക്കൊരു വെലോസിറ്റി ഉണ്ടല്ലേ, പിന്നെ അവർക്കൊരു മാസം ഉണ്ട്. സോ അവിടുത്തെ മൊമെൻറ്റം എന്ന് പറയുന്നത് മാസിൻ്റെ വെലോസിറ്റിയാണ്. അപ്പം ഇവരിങ്ങനെ മൂവ് ചെയ്യുമ്പം ഇവരുടെ ഈ ഒരു കൊളൈഡ് ചെയ്യുമ്പം, ഈ മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പം ഈ ഒരു മൊമെൻറ്റം ട്രാൻസ്ഫർ നടക്കുന്നുണ്ട് മോളിക്യൂൾസ് തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പം. സോ ആ ഒരു ഇൻ്റർമോളിക്കുലർ മൊമെൻറ്റം ട്രാൻസ്ഫർ, ഈ 2 റീസണാണ് വിസ്കോസിറ്റി കാരണമാകുന്നത്. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റിയുടെ ഇക്വേഷനാണ് ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സാണ്, ഡി യു ബൈ ഡി വൈ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഷിയർ ഡിഫോർമേഷനാണ്, മ്യൂ ഡൈനാമിക് വിസ്കോസിറ്റിയാണ്. ഓക്കെ, നമുക്കത് ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോൾ സോളിഡിൻ്റെ കേസിൽ നമുക്കറിയാമല്ലോ, ഷിയർ സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ സോളിഡിൻ്റെ കേസിൽ. അപ്പോൾ നമുക്ക് ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ അത് അങ്ങനെ പറയാൻ പറ്റില്ല. ഷിയർ സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി പറയുന്നത്. ഷിയർ സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അപ്പം നമുക്കവിടെ ഒരു ഡെറിവേഷനൊക്കെ വരുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് കിട്ടുന്നത് ആ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഗ്രേഡിയൻറ്റിന് ഈക്വലാണ്. അപ്പം റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ആണ് ഡി തീറ്റ ബൈ ഡി ടി. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഡി യു ബൈ ഡി വൈ. സോ നമുക്ക് ഡി തീറ്റ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി യു ബൈ ഡി വൈ എന്ന ഒരു ഡെറിവേഷനിൽ നമുക്ക് ചെയ്ത് കിട്ടുന്നതാണ്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഷിയർ സ്ട്രെസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നതാണ് ടോ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ആണ്. ടോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി തീറ്റ ബൈ ഡി ടി, ദാറ്റ് ഈസ് ടോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ, ദാറ്റ് ഈസ് ടോ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. അതാണ്, ആ മ്യൂ ആണ് ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ദി ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. ഡൈനാമിക് വിസ്കോസിറ്റി മ്യൂ നമ്മൾ പറഞ്ഞല്ലോ, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് SI യൂണിറ്റിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ, CGS സിസ്റ്റത്തിലാണെങ്കിൽ ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. SI യൂണിറ്റിൽ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ സെക്കൻഡ് എന്ന് പറയും. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ പാസ്കൽ. സോ പാസ്കൽ സെക്കൻഡ് എന്ന് പറയും. CGSലാണെങ്കിൽ ഡൈൻ സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ അതിനെ പോയിസ് എന്ന് പറയും. അപ്പം ഫോർ എവറി ഷിയർ സ്ട്രെസ് ദർ ഈസ് എ വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. അങ്ങനെ ടോ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഡി യു ബൈ ഡി വൈ, ടോ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ. മ്യൂ ആണ് ഡൈനാമിക് വിസ്കോസിറ്റി. ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ചിരിക്കണം. കാരണം നമുക്ക് പ്രോബ്ലംസ് വരുമ്പം ഇപ്പം നമ്മളുടെ എക്സാംസിനൊക്കെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പം വിസ്കോസിറ്റിയുടെ വാല്യൂ ആണ് നമുക്ക് തരുന്നത്. അപ്പം ഡൈനാമിക് വിസ്കോസിറ്റി ഉണ്ട്, കൈനമാറ്റിക് വിസ്കോസിറ്റി ഉണ്ട്. ഏത് വിസ്കോസിറ്റിയാണ് തന്നിരിക്കുകയെന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് യൂണിറ്റ് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിട്ടും യൂണിറ്റ്സ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, കൈനമാറ്റിക് വിസ്കോസിറ്റി. എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ഡിഫ്യൂസ് എ ഡിസ്റ്റർബൻസ് ഓഫ് എ മോളിക്കുലർ മൊമെൻറ്റം. യു ഇസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. റോ എന്ന് പറയുന്നത് എന്താണ്? ഡെൻസിറ്റി. മ്യൂ എന്ന് പറയുന്നത് ഡൈനാമിക് വിസ്കോസിറ്റി. സോ മ്യൂ എന്ന് പറയുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു മ്യൂ ബൈ റോ. ദ എബിലിറ്റി ഓഫ് എ ഫ്ലൂയിഡ് ടു ഡിഫ്യൂസ് ദ ഡിസ്റ്റർബൻസ് അല്ലേ, ആ ഡിസ്റ്റർബൻസിനെ ഡിഫ്യൂസ് ചെയ്യാനുള്ള ഫ്ലൂയിഡിൻ്റെ എബിലിറ്റിയാണ് കൈനമാറ്റിക് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. അത് SI യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്, CGS യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അതിനെയാണ് നമ്മൾ സ്റ്റോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സിലറേഷനായിട്ട് കാണുമ്പോൾ നമുക്ക് ചെറിയ ബന്ധം തോന്നുന്നു. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ, സ്ക്വയർ മുകളിലായതുപോലെ അല്ലേ കൈനമാറ്റിക് വിസ്കോസിറ്റി.
അപ്പോൾ മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് കൈനമാറ്റിക് വിസ്കോസിറ്റിയുടെ യൂണിറ്റാണ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് ആൻഡ് നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നത്. നോൺ ന്യൂട്ടോണിയൻ എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യാത്തത്. അതായത് അവിടെ ഷിയർ സ്ട്രെസ്സും ലീനിയർ റിലേഷൻ അല്ല വെലോസിറ്റി ഗ്രേഡിയൻ്റ്. ഷിയർ സ്ട്രെസ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻ്റ് അല്ല. അതുകൊണ്ട് അത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്നില്ല. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്സ് പറഞ്ഞാൽ അത് ഒബേ ചെയ്യുന്നുണ്ട്. അവർക്കൊരു കോൺസ്റ്റൻറ്റ് വിസ്കോസിറ്റി ഉണ്ട്. ആ വിസ്കോസിറ്റി എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ്സുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എയർ, ഗ്യാസോലിൻ, വാട്ടർ, ഓയിൽ. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷറിന് അത് മനസ്സിലാക്കാൻ നമ്മൾ ആക്ച്വലി ഒരു ക്ലോസ്ഡ് വെസൽസിൽ ലിക്വിഡ് എടുക്കുക, ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറാണ്. അപ്പം ടൈം പാസ് ആ ലിക്വിഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യും, ആ ലിക്വിഡ് സർഫസിന് ബ്രേക്ക് ചെയ്ത് ആ ഓപ്പൺ ആയിട്ടുള്ള എയർ സ്പേസിലോട്ട് പോകും. വേപ്പർ സ്റ്റേറ്റിലോട്ട് അവർ ട്രാൻസ്ഫർ ആയി പോകുന്നു. അങ്ങനെ ആ ലിക്വിഡ് സർഫസിലുള്ള ലിക്വിഡ്സ് എല്ലാം കൂടെ എയറിലോട്ട് പോയി അവിടെ ആ ലിക്വിഡ് സർഫസ് ഒരു സാച്ചുറേറ്റഡ് ആവുന്നു അല്ലേ. നമ്മുടെ ഈ വേപ്പർ മോളിക്യൂൾസിനെ കൊണ്ട് അത് സാച്ചുറേറ്റഡ് ആകുമ്പം ഈ ലിക്വിഡ് വേപ്പർ മോളിക്യൂൾസ് ആ ഒരു സർഫസിലോട്ട് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. അതിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് ആ ലിക്വിഡ് സർഫസിൻ്റെ മുകളിലുള്ള എയറിൽ നമ്മുടെ ഈ വേപ്പർ മോളിക്യൂൾസ് ആണല്ലേ, ആ വേപ്പർ മോളിക്യൂൾസ് കൊണ്ട് ഇവിടെ സാച്ചുറേറ്റഡ് ആയി കഴിയുമ്പം ആ വേപ്പർ മോളിക്യൂൾസ് നമ്മുടെ ആ ലിക്വിഡിലോട്ടൊരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ആ വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷറിനെയാണ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. വേപ്പർ പ്രഷർ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് വേപ്പർ പ്രഷറും കൂടും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ, ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ് ബിഹേവ് ലൈക്ക് എ സ്ട്രെച്ചഡ് മെമ്പറൈൻ ആൻഡ് ഇറ്റ് ട്രൈസ് ടു മിനിമൈസ് ദ ഏരിയ അപ് ടു മാക്സിമം പോസിബിൾ എക്സ്റ്റെൻറ്റ്. സർഫസ് ടെൻഷൻ സിമ്പിളായിട്ട് പറയുന്നത്, നമ്മളൊരു ബീക്കറിൽ വാട്ടർ എടുക്കുക. അപ്പം നമ്മൾ അതിനകത്തുള്ളൊരു മോളിക്യൂൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള എല്ലാ മോളിക്യൂൾസുമായിട്ടും അതിനൊരു ഇൻ്റർ മോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട് അല്ലേ, എല്ലാ ഡയറക്ഷനിലൂടെ. അപ്പം എല്ലാ ഡയറക്ഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒരു അട്രാക്ഷൻ ഉണ്ട്, ഒരു ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ അതിന് നെറ്റ് എനർജി എന്ന് പറയുന്നത് 0 ആണ്, ക്യാൻസലായി പോകും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പം. പക്ഷെ നമ്മൾ ആ ലിക്വിഡ് സർഫസിലുള്ളൊരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് താഴോട്ട് മാത്രമേ ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളൂ, മുകളിലോട്ട് അതില്ല. അതായത് താഴോട്ട് ആ ലിക്വിഡ് സർഫസിനെ പുള്ളി ചെയ്യുകയാണ് അല്ലേ, ട്രൈസ് ടു മിനിമൈസ് ഏരിയ, ആ ഒരു ഏരിയ മിനിമൈസ് ചെയ്യുന്ന പോലെ താഴോട്ട് വലിക്കുന്നു. അങ്ങനെ ആ ഒരു ലിക്വിഡ് സർഫസ് ഒരു സ്ട്രെച്ചഡ് മെംബ്രെയിൻ പോലെ ആക്ട് ചെയ്യുന്നു, ആ ഫ്രീ സർഫസ് ഓഫ് ദ ലിക്വിഡ്. ആ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മളിത് സ്കൂൾ തൊട്ടേ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ സർഫസ് ടെൻഷൻ്റെ വിസ്കോസിറ്റിയൊക്കെ. അപ്പോൾ സർഫസ് ടെൻഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിഗ്മയാണ്. സിഗ്മ ഈക്വൽ ടു ഫോഴ്സ് പെർ ലെങ്ത്, അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്ഫെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കുന്ന വർക്കാണ് ആ ഒരു സർഫസിനെ കോൺട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്ക് ഡൺ ഇൻ കോൺട്രാക്റ്റിംഗ് ദ സർഫസ്, അതിനാണ് നമുക്ക് സർഫസ് എനർജി എന്ന് പറയാം. ഇപ്പം ഈ കേർവ്ഡ് സർഫസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ഒരു പ്രഷർ ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് ആ കേർവ്ഡ് സർഫസിൽ കൊഹിഷൻ കാരണം. അപ്പം ലിക്വിഡ് ജെറ്റിൻ്റെ കേസിലും ഡ്രോപ്ലെറ്റിൻ്റെ കേസിലായാലും സോപ്പ് ബബിളിൻ്റെയൊക്കെ കേസിലാണെങ്കിലും പ്രഷറിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ലിക്വിഡ് ജെറ്റിൻ്റെ കേസിൽ അതിൻ്റെ വാല്യൂ 2 സിഗ്മ ബൈ ഡി ആണ്. ലിക്വിഡ് ഡ്രോപ്പ് ആണെങ്കിൽ 4 സിഗ്മ ബൈ ഡി ആണ്. സോപ്പ് ബബിൾ ആണെങ്കിൽ 8 സിഗ്മ ബൈ ഡി ആണ്. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ടെൻഷനും ഡി ഡയമീറ്ററുമാണ്. ഈ ഇക്വേഷൻസൊക്കെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം, പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് അഡ്ഹസീവ് ഫോഴ്സ്. അഡ്ഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് സർഫസിലെ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഡിഫറെൻറ്റ് സർഫസിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ് അഡ്ഹസീവ് ഫോഴ്സ്. കൊഹസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ് ഓഫ് സെയിം സർഫസ്, ഒരു സർഫസ് തന്നെയുള്ള മോളിക്യൂൾസിൽ പരസ്പരമുള്ള ഒരു അട്രാക്ഷനാണ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അത് വെച്ച് നമുക്ക് വെറ്റിംഗ് ഓർ നോൺ വെറ്റിംഗ് ലിക്വിഡ്സ് പറയാം. വെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർഫസിനെ വെറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തായിരിക്കണം, മറ്റൊരു സർഫസുമായിട്ടുള്ള അട്രാക്ഷൻ ആയിരിക്കണം. ഇപ്പം വാട്ടർ ഒരു സർഫസിനെ വെറ്റ് ചെയ്യണമെങ്കിൽ ആ വാട്ടർ മോളിക്യൂൾസിന് ആ സർഫസിലെ മോളിക്യൂൾസുമായിട്ടൊരു അട്രാക്ഷൻ വരണം, അതായത് അവിടെ ഒരു അഡ്ഹഷൻ കൂടുതൽ വരണം കൊഹഷനേക്കാൾ. അപ്പോൾ അവിടെ വെറ്റിങ്ങും. കൊഹഷനാണ് അഡ്ഹഷനേക്കാൾ കൂടുതലെങ്കിൽ അത് നോൺ വെറ്റിങ്ങും. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ക്യാപ്പിലാരിറ്റി. Capillarity is the phenomenon of rise or fall of a liquid through the thin tube surface relative to the adjacent general level of liquid. അതായത്
ഒരു അഡ്ജസൻറ്റ് ജനറൽ ലെവലിൽ നിന്ന് ഒരു സ്മോൾ ട്യൂബിൽ കൂടെ വാട്ടറിന് റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫോൾ ചെയ്യാനോ ഉള്ള ആ ഒരു എബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ക്യാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഫിഗർ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് വണ്ണിൽ ആ ജനറൽ വാട്ടർ ലെവലിൽ നിന്ന് ഒരു റൈസ് ആണുള്ളത്, അതിനെ നമ്മൾ ക്യാപ്പിലാരിറ്റി റൈസ് എന്നും. സെക്കൻഡ് ഫിഗർ നോക്കിയാൽ അറിയാം, അവിടെ മെർക്കുറിയാണ് എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ജനറൽ ലെവൽ ഓഫ് മെർക്കുറിയിൽ നിന്ന് താഴോട്ട് ആണ് പോയിരിക്കുന്നത്, അതാണ് ക്യാപ്പിലറി ഫോൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ക്യാപ്പിലറി റൈസിൻ്റെ എക്സാമ്പിളാണ് വാട്ടർ, ക്യാപ്പിലറി ഫോളിനൊരു എക്സാമ്പിളാണ് മെർക്കുറി. അപ്പോൾ അഡ്ഹേഷനും കൊഹേഷനാണ് ഇവിടെയും റീസൺ. അപ്പം അഡ്ഹേഷൻ ഗ്രേറ്റർ ദാൻ കൊഹേഷൻ ആണെങ്കിൽ ക്യാപ്പിലറി റൈസ് ഉണ്ടാകും. കൊഹേഷനാണ് കൂടുതലെങ്കിൽ മെർക്കുറിയുടെ കേസിൽ ആ മോളിക്യൂൾസ് തമ്മിൽ നല്ല നല്ല ഫോഴ്സ് ഇന്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവർ ടെൻസ് ടു ഗോ ഡൗൺ. അപ്പോൾ അവിടെ ക്യാപ്പിലറി ഡിപ്രഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ mm ഓഫ് ലിക്വിഡാണ് നമ്മൾ പറയുന്നത്. അപ്പം ആ ഒരു ഡിസ്റ്റൻസ്, ആ ഒരു ക്യാപ്പിലറി റൈസ് അല്ലെങ്കിൽ ക്യാപ്പിലറി ഫോൾ, നമ്മളത് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 സിഗ്മ കോസ് തീറ്റ ബൈ ഗാമ ഡി ആണ്. അത് H is equal to 4 sigma cos theta by gamma d. സിഗ്മ എന്ന് പറയുന്നത് സർഫസ് ടെൻഷൻ, തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ലിക്വിഡ് ആൻഡ് ബൗണ്ടറി. നമ്മുടെ ആ ലിക്വിഡ് ഇല്ലേ, ആ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റൈസ് ആണെങ്കിലും മുകളിൽ ഒരു മെനസ്കസ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഒരു മെനസ്കസ് എന്ന് പറഞ്ഞാൽ ലെവലല്ലല്ലോ, ഒരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പം ആ ഒരു ഗ്ലാസ് ട്യൂബിൻ്റെ സർഫസും ആ വാട്ടർ ലെവലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ, ഇപ്പോൾ വാട്ടർ ഗ്ലാസ് ഇൻ്റർഫേസ് ആണെങ്കിൽ, ഇപ്പം ഒരു ഗ്ലാസ് ട്യൂബിൽ നമ്മൾ വാട്ടറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. ഇപ്പോൾ ഇൻ കേസ് മെർക്കുറിയും ഗ്ലാസ്സും ആണെങ്കിൽ, അതായത് ക്യാപ്പിലറി ഡിപ്രഷൻ പോലുള്ള കേസ് വരുമ്പോൾ അവിടെ തീറ്റ എന്ന് പറയുന്നത് 130 ഡിഗ്രിയാണ്. ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ട്യൂബാണ്. അപ്പം 12 mm കൂടിയൊരു ട്യൂബാണെങ്കിൽ അവിടെ ക്യാപ്പിലാരിറ്റി അവിടെ നടക്കില്ല, ക്യാപ്പിലറി എഫക്ട്സ് നെഗ്ലിജിബിളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രഷർ ഡിറ്റർമൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ട്യൂബ്സ് അതിൻ്റെ ഡയമീറ്റർ 12 mm നല്ല കുറച്ച് വലിയ ഉള്ള ഗ്ലാസ് ട്യൂബ്സാണ് നമ്മളതിന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, compressibility. Compressibility is a property by virtue of which fluid undergo a change in volume under the action of external pressure. അല്ലേ, കംപ്രസ് ചെയ്യുക, നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന് വോളിയത്തിൽ ചേഞ്ച് ഉണ്ടാവും അല്ലേ. അത് നമ്മൾ കംപ്രസ് ചെയ്യുമ്പം there is a change in volume. ആ ഒരു പ്രോപ്പർട്ടിയാണ് കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മാത്തമാറ്റിക്കൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്യാം.